നമുക്കിന്ന് കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെയുള്ള ഷവർമ, ചിക്കൻ ഷവർമ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഷവർമ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിനുള്ള ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഒരു 500 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ചിക്കൻ്റെ എല്ലില്ലാത്ത ഏത് പാർട്ട് വേണേലും എടുക്കാം. നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന്, ഞാൻ മുമ്പൊക്കെ കാണിച്ചിട്ടുള്ളതാണ്, ഇതൊന്ന് കുറച്ചൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഇതുപോലെ ഒരു വുഡൺ, നമ്മുടെ ചപ്പാത്തി ഉരുട്ടുന്ന അതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടും വുഡൺ ഹാമറൊക്കെ, അത് വെച്ച് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് ടെൻഡർ ആകുകയും നല്ല ഒരു ജ്യൂസി ആയി കിട്ടും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും ഒന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ ഇത് ടെൻഡർ ആക്കി എടുക്കുന്നത് പെട്ടെന്ന് നമ്മൾ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒന്ന് ടെൻഡർ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ചിക്കനൊക്കെ ഒന്ന് ഇതുപോലെ നന്നായിട്ട് അടിച്ച് ഒന്ന് ടെൻഡർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്യുന്നതിനുള്ള മിക്സ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നല്ല എരിയുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിച്ചെടുത്തത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 1/2 ടീസ്പൂണോളം ജീരകം ഒന്ന് വറുത്ത് പൊടിച്ച് അതും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ നല്ല ജീരകം വറുത്ത് പൊടിച്ച് അത് ചേർത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നന്നായിട്ടൊന്ന് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് വേണ്ടുന്ന മസാല ഇവിടെ ഞാനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തലേദിവസം വൈകിട്ടേ ആക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആണെങ്കിലും എടുത്താൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പം നമുക്ക് മിനിമം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൻ്റെയും ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന പിട്ട ബ്രെഡ് അഥവാ കുബൂസ് ഒക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ഞാൻ അതിനുള്ള മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ മുമ്പ് ഈ പിട്ട ബ്രെഡിൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കി ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷവർമയുടെ ഉള്ളിൽ നോക്കിയാൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കാണും. വിനാഗിരിയുടെ ഒരു ടേസ്റ്റോട് കൂടിയ കുറച്ച് വെജിറ്റബിൾസ് കാണും അല്ലേ. അപ്പം ഞാൻ ഇന്നിവിടെ ആ വെജിറ്റബിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് നമ്മുടെ സാലഡിനൊക്കെ യൂസ് ചെയ്യുന്ന വെള്ളരിക്ക കുക്കുംബർ ഉണ്ടല്ലോ, സാലഡ് കുക്കുംബർ, അതും പിന്നെ കുറച്ച് ലെറ്റ്യൂസ് ലീഫ് നീളത്തിലരിഞ്ഞതുമാണ്. ഈ ലെറ്റ്യൂസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജ് ആണെങ്കിലും എടുക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, അതുപോലെ ക്യാരറ്റോ ബീട്രൂട്ടോ ഒക്കെ നീളത്തിലരിഞ്ഞതൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഞാനിന്ന് ഇവിടെ ഈ 2 വെജിറ്റബിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഞാൻ ഈ കുക്കുംബർ ഒരു 5 മിനിറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് ആവിയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വിനാഗിരിയിലൊക്കെ ഇട്ട് ഒരു മണിക്കൂറേ നമ്മൾ സാധാരണ വെക്കത്തുള്ളൂ. അപ്പോൾ ആ 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് ആയി കിട്ടാനായിട്ടാണ് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂണോളം വിനാഗിരി എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം, കുറച്ച് ഉപ്പ് ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ വിനാഗിരിയും വെള്ളവും ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ വെജിറ്റബിൾസ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ ഈ വിനാഗിരിയിൽ ഒരു സോക്ക് ചെയ്ത് മിനിമം ഒരു മണിക്കൂറേലും ഇതൊന്ന് വെക്കണം. എങ്കിലേ ഉള്ള ആ വെജിറ്റബിളിലേക്ക് ആ വിനാഗിരിയുടെയും ഉപ്പിൻ്റെയൊക്കെ രുചിയൊന്ന് വന്ന് കിട്ടത്തുള്ളൂ. സാധാരണ വെള്ളം എടുത്താൽ മതി കേട്ടോ, ചൂടുവെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഒരു മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അടുപ്പിൽ പാനിൽ ഒരല്പം എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതൊരു 2 സൈഡും ഒരു 10 മിനിറ്റ് വെച്ച് നമുക്കൊന്ന് നന്നായിട്ട് തയ്യാറാക്കിയെടുക്കണം. ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ 2 സൈഡും ഒരു 10 മിനിറ്റോളം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നെ നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ ഞാനിവിടെ മാറ്റിയിട്ടുണ്ട്, അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്.
അതിനുശേഷം ഇതുപോലെ ചൂടല്പം പോയതിന് ശേഷം നമുക്കിത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. വെന്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റും. നീളത്തിൽ കട്ട് ചെയ്തങ്ങ് എടുത്താൽ മതി. നമ്മുടെ ഷവർമയ്ക്കുള്ള ചിക്കൻ ഞാനിവിടെ നീളത്തിൽ ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് റാപ്പ് ചെയ്യുന്നതിനുള്ള പിട്ട ബ്രെഡ് അഥവാ നമ്മുടെ കുബൂസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഷവർമ ആക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിട്ട ബ്രെഡിൽ നിന്ന് ഒരെണ്ണം ഞാനിപ്പം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മയോനൈസ് ഒന്ന് തേച്ച് കൊടുക്കാം. ഞാനിവിടെ നോർമൽ മയോനൈസാണ് തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാർലിക് മയോനൈസോ ഒക്കെ ഇതിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്യുവാണ്. ടൊമാറ്റോ കെച്ചപ്പിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാർബിക്യൂ സോസ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഒന്ന് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ എത്രയാണെന്നാലും വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആക്കാൻ വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുണ്ട് ഇപ്പോൾ ഒരു 1-2 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമ്മളുടെ ആ വെജിറ്റബിൾസൊക്കെ ആ വിനാഗിരിയിലും ഒക്കെ കിടന്ന് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം മയോനൈസ് കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. താല്പര്യമുള്ളവർ മാത്രം കൂടുതൽ മയോനൈസും അതുപോലെ ഒരല്പം കെച്ചപ്പ് കൂടി ഞാനിതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി വെച്ചാലും മതിയാവും. ഞാനിവിടെ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ കൊണ്ടൊന്ന് റാപ്പ് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. നമ്മുടെ ഷവർമ ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പിട്ട ബ്രെഡ് കൂടി ഒന്ന് ഷവർമ ആക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെയുള്ള ഷവർമ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. വീട്ടിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.